ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുള്ളവരാണ്. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ഒരിടത്തിരുന്ന് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് നമ്മളെ എല്ലാവരെയും ഒരേപോലെ അലട്ടുന്ന പ്രശ്നമാണ്. ബുക്ക് തുറന്നാൽ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോവുക, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രശ്നത്തിനുള്ള യഥാർത്ഥ പരിഹാരങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ബുദ്ധി കുറവാണെന്ന്. സത്യം അതല്ല. നമ്മുടെ തലച്ചോറിനൊരു ശീലമുണ്ട്. അതെപ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാൻ നോക്കും. ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് വായിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. ഈ ശീലത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 5 വഴികൾ ഇവയാണ്. ഒന്നാമത്തെ കാര്യം, പൊമോഡോറോ ടെക്നിക്. എന്താണ് പൊമോഡോറോ ടെക്നിക്? പഠനത്തെ ചെറിയ ബ്ലോക്കുകളായി തിരിക്കുക. ഉദാഹരണം, നിങ്ങൾ കഠിനമായ ടോപ്പിക് പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ അടുത്ത 4 മണിക്കൂർ ഇത് മുഴുവൻ പഠിച്ച് തീർക്കും എന്ന് വിചാരിക്കരുത്. പകരം അടുത്ത 25 മിനിറ്റ് ഞാൻ ഈ ടോപ്പിക് മാത്രം പഠിക്കും എന്ന് വിചാരിക്കുക. ആ 25 മിനിറ്റ് ഒരു ടൈമർ വെക്കുക. അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് തീർച്ചയായും ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ വെള്ളം കുടിക്കുകയോ ഒന്ന് നടക്കുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ലക്ഷ്യം നൽകുകയും പെട്ടെന്ന് മടുപ്പ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് ഡിജിറ്റൽ ഡീറ്റോക്സ്. എന്താണ് ഡിജിറ്റൽ ഡീറ്റോക്സ്? പഠിക്കുമ്പോൾ ഫോണിനെ പൂർണ്ണമായും ഒഴിവാക്കുക. ഉദാഹരണം, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ കയ്യിൽ വെച്ചാൽ ഒരു ചെറിയ സൗണ്ട് വന്നാൽ പോലും നമ്മുടെ ശ്രദ്ധ 10-15 മിനിറ്റ് നഷ്ടപ്പെടും. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയോ ചെയ്യുക. ഫോൺ കാണാത്ത ഒരിടത്തിരുന്നാൽ നമ്മുടെ ശ്രദ്ധ തനിയെ ബുക്കിലേക്ക് വരും. ഒരു പേജ് വായിച്ച ശേഷം ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ എന്താണ് വായിച്ചത് എന്ന് ഒരു അധ്യാപകനെ പോലെ സ്വയം പറഞ്ഞു നോക്കുക. വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ബുക്ക് തുറന്ന് നോക്കുക. നമ്മൾ തലച്ചോറിനെ കൊണ്ട് ആ വിവരം തിരിച്ചു ചോദിപ്പിക്കുമ്പോഴാണ് അത് ഓർമ്മയിൽ നിൽക്കുന്നത്. അടുത്തതായിട്ട്, സ്ഥലം മാറരുത്. പഠിക്കാൻ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക. ഉദാഹരണം, നമ്മൾ ബെഡിൽ കിടന്ന് പഠിച്ചാൽ ഉറക്കം വരും. ഹാളിൽ ഇരുന്നാൽ ടി.വി കാണാൻ തോന്നും. പകരം സ്ഥിരമായി പഠിക്കാൻ ഒരു ചെറിയ ടേബിൾ മാത്രം ഉപയോഗിക്കുക. ആ ടേബിളിൽ ഇരുന്നാൽ തലച്ചോറിന് മനസ്സിലാവും, ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്. ഇത് വളരെ ചെറിയ മാറ്റമാണ്, പക്ഷെ വലിയ റിസൾട്ട് തരും. ഫ്രണ്ട്സ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരില്ലായിരിക്കാം, പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും. ഇത് നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആത്മവിശ്വാസത്തോടെ തുടങ്ങും. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഈ യാത്ര തുടരുകയാണ്. ദ ഹോപ്പ്.